ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള മെട്രിക്സ് ആണ്. നമ്മുടെ മെട്രിക്സിന്റെ ബാക്കി ഭാഗത്തെ കുറിച്ച് പഠിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെ, ഇഫ് എ മെട്രിക്സ് ഹാസ് 8 എലിമെന്റ്സ്, വാട്ട് ആർ ദ പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ക്യാൻ ഹാവ്. നമ്മൾ മെട്രിക്സിനെ കുറിച്ചൊക്കെ പഠിച്ച് മെട്രിക്സിന് നമ്മളിപ്പം ഈ ക്ലാസ്സിൽ കൂടുതലും ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ മെട്രിക്സ് എന്താണെന്നും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സും അതിൻ്റെ അറേഞ്ച്മെൻറ്റും എല്ലാം നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ ക്ലാസ് നമ്മളിപ്പം പറയാൻ പോകുന്നതിനകത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. ഒരു മെട്രിക്സിനകത്ത് മൊത്തം 8 എലിമെന്റ്സ് ഉണ്ട്. വാട്ട് ആർ ദ പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ക്യാൻ ഹാവ് എന്ന ചോദ്യം. അപ്പം നമ്മൾ പറഞ്ഞ മെട്രിക്സ് എന്ന് വെച്ചാൽ അതിനകത്ത് മെയിൻ കാര്യം എന്താ? ഓർഡറാണ്. അപ്പോൾ ഓർഡർ അറിയാമെങ്കിൽ നമുക്ക് ആ മെട്രിക്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് അതിനകത്ത് എലിമെന്റ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെട്രിക്സിനകത്ത് എഴുതുന്ന ടേംസിന് പറയുന്ന പേരാണ് എലിമെന്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് നോക്കി, ഒരു മെട്രിക്സിനകത്ത് 8 എലിമെന്റ്സ് ഉണ്ട്. വാട്ട് ആർ ദ പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ക്യാൻ ഹാവ്. ഓർഡർ പറഞ്ഞ് നമ്മളിപ്പോൾ എം റോസ് എൻ കോളംസും ആണെങ്കിൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞേ, ഒരു M/N മെട്രിക്സിനകത്ത് മൊത്തം എത്ര എലിമെന്റ്സ് ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് എഴുതിയിരുന്നു. എന്താ? M/N മെട്രിക്സിനകത്ത് മൊത്തം Mn എലിമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞാൽ മതി. Mn എലിമെന്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പം എന്താ, ഒരു മെട്രിക്സിനകത്ത് ഇപ്പം 1 2 3 4 പറയുന്നു. ഇതിനകത്ത് എത്ര എലിമെന്റ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? 4. 1 2 3 4, മൊത്തം 4 എലിമെന്റ്സ് ഉണ്ടെന്ന് പറയാം. ഇവിടെ പറഞ്ഞേക്കുന്നത് ഒരു മെട്രിക്സിനകത്ത് 8 എലിമെന്റ്സ് ഫുൾ ഉണ്ട് എന്ന് വെച്ചാൽ അകത്ത് നമ്മൾ മൊത്തം ടോട്ടൽ 8 എലിമെന്റ്സ് ഉണ്ട് എങ്കിൽ അതിൻ്റെ ഓർഡർ എങ്ങനെയൊക്കെ വരാം എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്തോ ചെയ്താൽ മതി? ഈ 8 പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന നമ്പേഴ്സും കൺസിഡർ ചെയ്താൽ മതി. മീൻസ് 8ന് നമുക്ക് ഇങ്ങനെ എഴുതാം, 8 × 8. നമ്മളിവിടെ ഇൻറ്റു പറയുമെങ്കിലും മെട്രിക്സിൽ പറയുമ്പോൾ നമുക്ക് ഓർഡർ പറയുമ്പം 8/1 അങ്ങനല്ലേ പറയുന്നത്. അപ്പോൾ അത് അടുത്ത് എങ്ങനെ എഴുതാം? 1/8. അപ്പോൾ ഇത്ര ആലോചിച്ചാൽ ആ പ്രോഡക്റ്റ് 8 കിട്ടത്തക്ക രീതിയിലുള്ള നമ്പേഴ്സ് എടുത്താൽ മതി. അപ്പോൾ അടുത്ത് എങ്ങനെ വരായിരിക്കും? വേറെ നമ്പേഴ്സ് ഇല്ലയോ? 2/4 എന്നൂടെ. അതേപോലെ ഒരെണ്ണം കൂടെ വരാല്ലേ, 4/2. ക്ലിയർ ആയോ? 2/4 4/2 2 2/4 നമ്മൾ എന്ത് പഠിച്ചേ? അതിനകത്ത് 2 റോയും 4 കോളവും ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയും? 4 റോസും 2 കോളംസും ഉണ്ടായിരിക്കും. ഇത് രണ്ടും 2 മെട്രിക്സാണ്. അപ്പോൾ നോക്കി, ഒരു മെട്രിക്സിനകത്ത് മൊത്തം 8 എലിമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പോസിബിൾ ഓർഡേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെയൊക്കെ പറയാം? 8/1 അല്ലെങ്കിൽ 1/8, 2/4, 4/2. ആ പ്രോഡക്റ്റ് 8 കിട്ടണം. അങ്ങനെ ആലോചിച്ചാൽ മതി. പ്രോഡക്റ്റ് 8 കിട്ടത്തക്കുള്ള ആ ടേംസ് അങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഓർഡേഴ്സ് 8/1, 1/8, 2/4, 4/8. ഇനി ഇല്ലല്ലോ നമ്പേഴ്സ് വേറെ. പ്രോഡക്റ്റ് ആവത്തക്ക രീതിയിൽ എഴുതിയാൽ മതി. അപ്പം 4 പോസിബിൾ ഓർഡേഴ്സ് ആണ് 8 എലിമെന്റ്സ് ഉള്ള മെട്രിക്സിന് കിട്ടുന്നത്. ഓക്കെ ആണോ? then ഇതേപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, 13 എലിമെന്റ്സ് ഫുള്ളുണ്ട്. ഒരു മെട്രിക്സിനകത്ത് 13 എലിമെന്റ്സ് ഉണ്ട്. 13 എലിമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഓർഡേഴ്സ് എങ്ങനെയൊക്കെ വരാം? 13 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അകത്ത് മൊത്തം 13 എലിമെന്റ്സ് ഉണ്ട് എങ്കിൽ നമുക്ക് മെട്രിക്സ് എത്ര രീതിയിൽ പോസിബിൾ ഓർഡേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? 1/13 പറയാം. തിരിച്ചെങ്ങനെ 1/13 എന്ന് വെച്ചാൽ അറിയാം, ഒരു റോയും ഉണ്ട് 13 കോളവും ഉണ്ട്, അല്ലയോ? ആ രീതിയിൽ എഴുതാൻ പറ്റത്തുള്ളൂ. അടുത്ത നമുക്ക് എങ്ങനെ എഴുതാം? 13/1, 13 റോസും 1 കോളംസ്. അപ്പം 13 എലിമെന്റ്സ് ഉള്ളതിനകത്ത് നമുക്ക് എങ്ങനെ എഴുതാം? 1/13 13/1 എഴുതാൻ പറ്റും. ഓക്കെ ആണോ? അപ്പം പ്രൈം ഫാക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ഈ ഒരെണ്ണേ വരത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ 8 ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രോഡക്റ്റ് നോക്കിയാൽ മതി. പ്രോഡക്റ്റ് 8 കിട്ടത്തക്ക രീതിയിലുള്ള നമ്പർ എടുത്താൽ മതി. അപ്പോൾ 8/1 ഇവിടെ ആകുമ്പോൾ 8/1, 1/8, 2/4, 4/2. ഇത്രയല്ലേ ഉള്ളൂ. ഇത്രയും വരും. ക്ലിയർ ആയോ? അപ്പോൾ ഓർഡർ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞുതരാം. ഓർഡർ എന്താണെന്ന്. അപ്പോൾ ഇങ്ങനെ മെട്രിക്സ് എഴുതി കഴിഞ്ഞാൽ റോ ബൈ കോളം നമ്മൾ പറയുന്നത്. ഇപ്പോൾ 2 റോ ഇവിടുത്തെ ഇതിനകത്തനുസരിച്ച് നമുക്ക് എന്താ പറയാം? 2 റോയും 3 കോളവും പറയാം. ഓക്കെ ആണോ? അപ്പോൾ 2/4 ആകുമ്പോഴോ? 2/4 മെട്രിക്സ് എന്ന് വെച്ചാൽ നമ്മൾ എന്തുവാ? ചുമ്മാ ഒരു എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. 2/4 നമ്മളെങ്ങനെ പറയുന്നത്? 2 റോസും 4 കോളംസും. റോസ് അറിയാം, ഇങ്ങനെ എഴുതുന്ന റോസ്, താഴോട്ട് പറയുന്ന കോളം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ 2 റോസ് എഴുതുവാണെങ്കിൽ ഇപ്പം 1 2 കോളം താഴോട്ടല്ലേ. ഇപ്പം ഞാൻ ഇവിടെ ഒന്നുകൂടി എഴുതുക, 1 2 3 4 5 6 7 8. ഒന്ന് നോക്കി, ഇതിൻ്റെ റോസും കോളംസും 2 റോസും ഉണ്ട്, അതേപോലെ 4 കോളംസും ഉണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ 2 റോസും 4 കോളംസും. അപ്പോൾ നമുക്ക് എലിമെന്റ്സ് ഒന്ന് നോക്കി. ഇപ്പോൾ മൊത്തം എത്ര എലിമെന്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ എത്ര എലിമെന്റ്സ് ഉണ്ട്? 8 എണ്ണം ഉണ്ട്. അകത്ത് 8 എലിമെന്റ്സ് ആണ് എഴുതിയിരിക്കുന്നത്.
അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ, മനസ്സിലായോ? ഇഫ് എ മെട്രിക്സ് ഹാസ് 8 എലിമെൻറ്റ്സ് വാട്ട് ആർ ദ പോസിബിൾ ഓർഡേഴ്സ് എന്നായിരുന്നു ചോദ്യം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് 8/1, 1/8, 2/4, 4/2 എന്ന് എഴുതാം. ഇനി ഏതാണെങ്കിലും ഇപ്പോൾ 13 എലിമെൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് അതിന് ഫാക്ടേഴ്സ് ആക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇത്രയും വരത്തുള്ളൂ. 1/30 ഒരു റോയും കാണും, 13 കോളവും കാണും. ഇത് താഴോട്ട് വരും. എലിമെൻറ്റ്സ് എല്ലാം നേരെ താഴോട്ട് ഒരൊറ്റ ഇതേ വരത്തുള്ളൂ. ഒരു റോയും 13 കോളവും വരും അല്ലേ. 13/1 ആകുമ്പോഴോ 13/1 ആകുമ്പോൾ 13 റോയും വരും. അല്ല, ഇവിടെ വരുമ്പോൾ 13, ഇവിടെയാണ് 13 റോയും ഒരു കോളവും വരുന്നത്. അപ്പോൾ ഒരു കോളേ വരത്തുള്ളൂ, കോളം താഴട്ടല്ലേ, ഒരു കോളേ വരത്തുള്ളൂ, 13 റോസ് വരും. ഇങ്ങനെ നമ്മൾ 13 എന്ന് എഴുതും. ഓക്കെ ആണേ. ഒരു റോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കേട്ടോ, ഒരു റോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു റോ എഴുതും, 13 നമ്പേഴ്സ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ എഴുതും. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ ആണോ? ഇത് ജസ്റ്റ് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. ഇനി അടുത്ത ഓപ്പറേഷൻസ് ഓൺ മെട്രിക്സ്. മെട്രിക്സിൻ്റെ ഓപ്പറേഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ് ഒക്കെ പഠിച്ചു. മെട്രിക്സിൻ്റെ ഓർഡർ എന്താണെന്ന് പഠിച്ചു, അത് ഡിഫൈൻ ചെയ്യുന്നതും അത് കൺസ്ട്രക്ട് ചെയ്യുന്നതും ഒക്കെ പഠിച്ചു. ഇനി നമ്മൾ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമ്പേഴ്സൊക്കെ ആകുമ്പോൾ ആഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ പഠിച്ചിട്ടില്ലേ, അത് തന്നെയാണ് ഇവിടെ മെട്രിക്സിൻ്റെ കേസിൽ. നമുക്ക് അതിൻ്റെ മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനും അതിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇതാണ് നമ്മൾ ഇനി ഇവിടെ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുമ്പം ഓപ്പറേഷൻസ് ഓൺ മെട്രിക്സിനകത്ത് ഫസ്റ്റ് നമ്മൾ അഡീഷൻ ഓഫ് മെട്രിക്സ് പറയുക. മെട്രിക്സിൻ്റെ അഡീഷൻ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ 2+3 ആഡ് ചെയ്തൂടെ, 2+3 എന്നുള്ളത് 5 എന്ന് എഴുതാം. അതുപോലെ മെട്രിക്സിൻ്റെ അഡീഷനാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. മെട്രിക്സിൻ്റെ അഡീഷൻ പറയുമ്പം വേറൊന്നുമില്ല, അത് ഞാൻ പ്രോബ്ലമായിട്ട് തന്നെ പറയാം. അപ്പം നോക്കി 1 2 3 4 0 3 എന്നാണ് ഇരിക്കട്ടെ. 0 3 മെട്രിക്സ് ആണ്. അതുപോലെ 0 2 1 3 0 2. അപ്പോൾ ഈ രണ്ട് മെട്രിക്സ് അഡീഷൻ പറയുക. അപ്പോൾ നമുക്ക് ഓപ്പറേഷൻസ് ഓൺ മെട്രിക്സിനകത്ത് ഫസ്റ്റ് നമ്മൾ അഡീഷൻ്റെ കേസാണ് പറയുന്നത്. അഡീഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും ഒരേ ഇതുപോലെ തന്നെ ചെയ്തു പോകുന്നത്. അവിടെ ആ സൈൻ മാറുന്നേ ഉള്ളൂ. അപ്പോൾ അഡീഷൻ ചെയ്യുന്ന പോലെ തന്നെയാണ് സബ്ട്രാക്ഷനും ചെയ്തു പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അഡീഷൻ ചെയ്യുമ്പോൾ ആ മെട്രിക്സിൻ്റെ ഓർഡർ സെയിം ആയിരിക്കണം. മെട്രിക്സിൻ്റെ ഓർഡർ സെയിം ആയിട്ടുള്ള മെട്രിക്സിനെ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? ഓർഡർ നമ്മൾ എങ്ങനെയായിരുന്നു പറഞ്ഞേ? 3 റോസും 2 കോളംസ്. അപ്പോൾ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? 3/2 മെട്രിക്സാണ്. അതായത് ഇതൊരു 3/2 മെട്രിക്സ് ആണ്. അതുപോലെ ഇതും എന്ത് തന്നെ? അതെ, 3 റോസും 2 കോളംസും. ഇതും ഒരു 3/2 മെട്രിക്സ് ആണ്. അപ്പോൾ നോക്കി, 2 3/2 മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യുന്ന കേസാണ് പറയുന്നത്. ഇതുപോലെ നമുക്ക് ഇത്രയേ ഉള്ളൂ. മെട്രിക്സ് അഡീഷൻ ചെയ്യുന്ന കേസാകുമ്പം രണ്ടും എന്തായിരിക്കണം? ഒരേ ഓർഡറുള്ള മെട്രിക്സ് വേണം ആഡ് ചെയ്യാനായിട്ട്. അഡീഷൻ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് എലിമെൻറ്റ്, ഈ ഫസ്റ്റ് മെട്രിക്സിനകത്ത് ഫസ്റ്റ് എലിമെൻറ്റ് 1 അല്ലേ, ഇവിടുത്തെ രണ്ടാമത്തെ മെട്രിക്സിനകത്ത് ഫസ്റ്റ് എലിമെൻറ്റ് 0. അപ്പോൾ നമുക്ക് മെട്രിക്സ് ആഡ് ചെയ്യുമ്പം ഫസ്റ്റ് 1 + 0 ഈ സൈനൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിവിടെ അഡീഷനാണ്, അവിടെ പ്ലസ് സൈനാണ്. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 1 + 0 എഴുതണം. അപ്പോൾ ആദ്യം നിങ്ങൾ മെട്രിക്സ് അഡീഷൻ ആയാലും മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ആയാലും ഫസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പം ആദ്യം നിങ്ങളത് റെപ്രസെൻറ്റ് ചെയ്ത് എഴുതി തന്നെ പഠിക്കുക. പിന്നെ നിങ്ങൾ പക്ഷേ കുറേ കൂടെ ആകുമ്പോഴത്തേക്ക് സ്പീഡ് ആവണം. മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പം എത്ര സ്റ്റെപ്പ് ഒഴിവാക്കാവോ അങ്ങനെ ചെയ്ത് ശീലമാവണം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ സ്റ്റെപ്പ് എഴുതി തന്നെ പോകാം. അപ്പോൾ ആദ്യം എഴുതുന്നത് എങ്ങനെ? ഈ 1 കണ്ട ഇവിടെ ചെയ്യേണ്ട അഡീഷൻ, 2 മെട്രിക്സ് ആഡ് ചെയ്യുമ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് എലിമെൻറ്റ്, ഇവിടുത്തെ ആദ്യത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് എലിമെൻറ്റ് രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് എലിമെൻറ്റുമായിട്ട് ആഡ് ചെയ്യുക എന്ന് പറയുമ്പം 1 + 0. ക്ലിയർ ആയോ? 1 + 0. then അടുത്ത എന്തുമായിരിക്കും വരുന്നത്? സെക്കൻഡ് എലിമെൻറ്റ് 2 അല്ലയോ, ഇവിടുത്തെ സെക്കൻഡ് എലിമെൻറ്റ് 2 ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ അടുത്തത് 2 + 2. അടുത്ത വരുന്നത് എങ്ങനെയാണ്? 2 + 2. then അടുത്ത എങ്ങനെയായിരിക്കും വരുന്നത്? താഴെ ഇതിന് മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ പറയുന്നത് A11 ആണേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് മനസ്സിലാക്കി വെച്ചാൽ മതി. മെട്രിക്സ് നമ്മൾ പറഞ്ഞതിനകത്ത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളം. അപ്പോൾ ഇവിടെ ആകുമ്പോഴത്തേക്ക് 3 ആകുമ്പോൾ ഏതാ? സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളം. അതൊരു A21 മെട്രിക്സാണ്. A21 മെട്രിക്സ് അല്ല, A21 എലിമെൻറ്റാണ്. ആ A21 എലിമെൻറ്റ് രണ്ടാമത്തേൻ്റെ A21 എലിമെൻറ്റുമായിട്ട് ആഡ് ചെയ്യണം. അതായത് ഇവിടുത്തെ A21 എലിമെൻറ്റ് ഏതാ? 3. ഇവിടുത്തെ A21 എലിമെൻറ്റ് 1. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 3 + 1. അടുത്തയാകുമ്പോഴോ 4. ഇവിടെ രണ്ടാമത്തെ ആകുമ്പോൾ 4 + 3. ക്ലിയർ ആയോ?
കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക, അതായത് ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് ആഡ് ചെയ്യുക. അടുത്ത ഇവിടെ താഴെ ഏതുവരെയും വരുന്ന നേരം 0 + 0, 0 + 0. അടുത്തയാകുമ്പോൾ 3 + 2, 3 + 2. എങ്ങനെയാണ് അഡീഷൻ ഓഫ് മെട്രിക്സ് ആകുമ്പോൾ ഇത്രയേ ഉള്ളൂ. അത് രണ്ട് മെട്രിക്സിൻ്റെയും ഓർഡർ സെയിം ആയിരിക്കണം. ഓർഡർ സെയിം ആയിട്ടുള്ള മെട്രിക്സിനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. കൂടാതെ എന്തോ വേണം, കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് വേണം ആഡ് ചെയ്യാൻ. ഇവിടുത്തെ ആദ്യത്തെ മെട്രിക്സിൻ്റെ A11 എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ മെട്രിക്സിൻ്റെയും A11 ആഡ് ചെയ്യുക. ദെൻ 1 + 0, അതേപോലെ ഇവിടെ 2 + 2, അങ്ങനെ കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് ആഡ് ചെയ്തേക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെ വരുമെന്ന് നോക്കി, 3 + 2. അപ്പോൾ ഇവിടെ ആൻസർ എങ്ങനെ വരും, ഇത് ആഡ് ചെയ്ത് എഴുതുമ്പോൾ 1 + 0 is 1, 2 + 2 is 4, 3 + 1 is 4, 4 + 3 is 7, 0, 3 + 2 is 5. ഓക്കെ ആണോ? അപ്പോൾ ഇങ്ങനെയാണ് അഡീഷൻ ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അഡീഷൻ ഓഫ് മെട്രിക്സ് ആകുമ്പോൾ എന്തൊക്കെയാണ് നോക്കണ്ടേ, രണ്ട് മെട്രിക്സിൻ്റെയും ഓർഡർ കാരണം ഈ പറയുന്നതിന് പ്രത്യേകതയുണ്ട്. കാരണം നമ്മൾ ഇനി മൾട്ടിപ്ലിക്കേഷൻ പറയുമ്പോൾ ഇങ്ങനെയല്ല അവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അഡീഷനും സബ്ട്രാക്ഷൻ്റെയും കേസിൽ ഓർഡർ സെയിം ആയ മെട്രിക്സുകൾ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓർഡർ സെയിം ആയിരിക്കണം. അപ്പോൾ ആദ്യത്തെ മെട്രിക്സിൽ ഇവിടെ നമ്മൾ ചെയ്ത ക്വസ്റ്റിനകത്ത് 3/2 ആണ്, രണ്ടാമത്തെയും 3/2 ആണ്. അപ്പോൾ അത് കിട്ടുന്ന ആൻസർ 3/2 മെട്രിക്സ് തന്നെ ആയിരിക്കും. അതിൻ്റെ കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് ആഡ് ചെയ്യണം. ഓക്കെ ആണോ? ഇപ്പോൾ 1 + കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് A11 ആണെങ്കിൽ ഇവിടുത്തെ A11 ആഡ് ചെയ്യണം. A12 എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ A12 ആയിട്ട് ആഡ് ചെയ്ത് എഴുതണം. ഇതിനെയാണ് അഡീഷൻ ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത കേസ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കെയിലാർ. സ്കെയിലാർ നമുക്കറിയാം ഇല്ലയോ, ഒരു കോൺസ്റ്റൻറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്കെയിലാറും കൊണ്ട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടെയും വേറൊന്നുമില്ല. ഇപ്പം നമ്മളൊരു മെട്രിക്സിൽ 2 ഒരു നമ്പർ എടുക്കുന്നു. 2 എന്നുള്ള നമ്പറിന് ഇപ്പം 1 0 2 2 2 എന്ന് നടക്കുന്നത് 1 0 2 2. അതായത് ഇതെന്തൊരു മെട്രിക്സാണ്, ഒരു എപ്പോഴും നമ്മൾ മെട്രിക്സ് എഴുതുമ്പോൾ എൻ്റെ ഏത് ഓർഡറാണെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. അവിടെ 2/2 ഇല്ലയോ, 2 റോസും ഉണ്ട് 2 കോളംസും ഉണ്ട്. ഇതൊരു 2/2 മെട്രിക്സാണ്. ആ 2/2 മെട്രിക്സിനകത്ത് ഇവിടെ നമ്മൾ 2 എന്നുള്ളൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെ വരുമെന്ന് പറഞ്ഞേ. അപ്പോൾ ഇത് എന്നിട്ട് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അകത്തുള്ള എല്ലാ എലിമെൻസിനെയും ആ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കെയിലാർ മീൻസ് ആ നമ്പർ ഉണ്ടല്ലോ, പുറത്ത് ഏത് നമ്പറാണ് വരുന്നത് ആ നമ്പർ കൊണ്ട് അകത്തുള്ള എല്ലാ എലിമെൻസിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ എങ്ങനെ വരും, 2 × 1 is 2, 2 × 0 is 0, 2 × 2 4, 2 × 2 4. രണ്ട് കേസ് നമ്മൾ പഠിച്ചേ, മെട്രിക്സിൻ്റെ അഡീഷൻ നമ്മൾ പഠിച്ച്, മൾട്ടിപ്ലിക്കേഷൻ അല്ല നമ്മളിവിടെ പഠിച്ചത്, മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കെയിലാർ. ഒരു മെട്രിക്സിനകത്ത് ഒരു സ്കെയിലാറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതെങ്ങനെ വരുന്നത്, മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ വേറെ രീതിയിൽ പഠിക്കും. ഇവിടെ നമ്മളൊരു സ്കെയിലാർ ഒരു മെട്രിക്സിനകത്ത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും എന്നാണ് പഠിച്ചിരുന്നത്. ഇപ്പോൾ 2 × മനസ്സിലായോ, 1 0 2 2 എന്നുള്ള മെട്രിക്സ് ഏതാണെങ്കിലും മെട്രിക്സ് സ്കെയിലാർ മൾട്ടിപ്ലൈ ചോദിച്ചാൽ ആ സ്കെയിലാർ കൊണ്ട് അകത്തെ എല്ലാ എലിമെൻസിനെയും മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുക. ഓക്കെ, പിന്നെ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് എ മെട്രിക്സ് അഡീഷൻ. ആ മെട്രിക്സ് അഡീഷനകത്ത് പ്രോപ്പർട്ടീസാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ നമ്പർ സിസ്റ്റം പറയുമ്പോൾ ആ നമ്പറിനകത്ത് കുറേ പ്രോപ്പർട്ടീസ് വരത്തില്ലേ. അഡീഷൻ ആകുമ്പോൾ എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് ഉള്ളത്, അഡീഷൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലയോ, കമ്മ്യൂട്ടേറ്റീവ് എന്നും അല്ലെങ്കിൽ അസോസിയേറ്റീവ്. അതൊക്കെ നമ്മൾ മെട്രിക്സ് അഡീഷൻ പഠിക്കുന്ന പോലെ തന്നെ, അല്ല നമ്പേഴ്സിൻ്റെ അഡീഷൻ പഠിക്കുന്ന പോലെ തന്നെ മെട്രിക്സിനകത്ത് നമുക്ക് ആ പ്രോപ്പർട്ടീസ് ഓരോന്നും പറയാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സ് അഡീഷൻ. പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സ് അഡീഷൻ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കേ, ഒന്നാമത്തെ ഇതാ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി നിങ്ങൾ, അതല്ലാതെ കാണാനൊന്നും പിടിച്ചൊന്നും വെക്കേണ്ട. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സ് അഡീഷൻ പറയുമ്പോൾ ഫസ്റ്റ് നമ്മളെ കമ്മ്യൂട്ടേറ്റീവിലോ നമ്പർ കേസ് നമ്മൾ ഓരോ കേസും പറയും ഇല്ലയോ, റിയൽ നമ്പർ വരുമ്പം അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ വരുമ്പം അതിനകത്ത് കമ്മ്യൂട്ടേറ്റീവ് ലോ, നമ്പർ സിസ്റ്റത്തിനകത്തെല്ലാം നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യുമോ. ഇനി എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ലോ, നമ്മൾ എന്താ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ 2 നമ്പേഴ്സ് പറയുകയാണെങ്കിൽ നമ്പറിൻ്റെ കേസ് പറയാൻ നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ലോ എങ്ങനെ പറയാം, 2 ഉം 3 2 നമ്പേഴ്സ് പറയുന്നു. അപ്പോൾ അതിൻ്റെ കമ്മ്യൂട്ടേറ്റീവ് ലോ എങ്ങനെയാണ്, 2 + 3 അതെന്തോത്തിന് ഈക്വൽ ആയിരിക്കണം, തിരിച്ച് 3 + 2 ഈക്വൽ ആയിരിക്കണം. അഡീഷൻ്റെ കേസാണ്. അപ്പോൾ അഡീഷൻ്റെ കേസിൽ നമ്പർ കമ്മ്യൂട്ടേറ്റീവ് ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ 2 + 3 = എന്താണെന്ന് പറയണം, 3 + 2 ആണെന്ന് പറയണം. എന്ന് വെച്ചാൽ 2 3 കൂട്ടുമ്പോൾ 5, തിരിച്ച് 3 2 കൂട്ടുമ്പോഴും എന്ത് തന്നെ 5 തന്നെ. അപ്പം അങ്ങനെ ഈക്വൽ ആവുന്നതിന് പറയുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത്. നമ്മൾ വലിയ ഇക്വേഷൻ ഒക്കെ പറയുകയാണെങ്കിൽ എയും ബിയും 2 എടുക്കുക, നമ്മൾ എങ്ങനെ പറയും, A + B = തിരിച്ച് B + A. ഈ രണ്ടും ഈക്വൽ ആണെങ്കിൽ അത്
കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയും. അത് തന്നെയാണ് മെട്രിക്സിനകത്തും പറയുന്നത്. ഇവിടെ പക്ഷേ നമ്പറിന് പകരം മെട്രിക്സ് ആവുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഞാൻ എൻ്റെ മെട്രിക്സ് നമുക്കിങ്ങനെ എടുക്കാം. എ ഇസ് ഈക്വൽ ടു എ ഐ ജെ, ഡ്രോയിങ് കോളൊക്കെ വെച്ചല്ലേ പറയുന്നത്. അതുകൊണ്ട് എ ഇസ് ഈക്വൽ ടു എ ഐ ജെ, ബി ഇസ് ഈക്വൽ ടു സപ്പോസ് ബി ഐ ജെ. രണ്ട് മെട്രിക്സ് ആണ് ഇരിക്കട്ടെ. അപ്പം ഓർഡർ സെയിം ആണ്, സെയിം ഓർഡറും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മെട്രിക്സിനെ എങ്ങനെ പറയാം? കമ്മ്യൂട്ടേറ്റീവ് ലോ എങ്ങനെ പറയാം? എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു തിരിച്ചെന്താ പറയാം? ബി പ്ലസ് എ എന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? എയും ബിയും രണ്ട് മെട്രിക്സുകളാണ്, അതിൻ്റെ ഓർഡർ സെയിം ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ആ കമ്മ്യൂട്ടേറ്റീവ് ലോ ഇങ്ങനെ പറയാം, എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു തിരിച്ചെന്താവും? ബി പ്ലസ് എ എന്ന് പറഞ്ഞാൽ. അങ്ങനെ പറഞ്ഞാൽ അതെന്താണ്? കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ അതായത് അഡീഷൻ്റെ കേസിൽ മെട്രിക്സ് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് അഡീഷൻ്റെ കേസിൽ നമുക്ക് എന്താ പറയാം? മെട്രിക്സ് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാം. കാരണം ഇത് പ്രത്യേകിച്ച് പറയുന്നതിന് കാരണം നമ്മൾ മൾട്ടിപ്ലിക്കേഷനോട്ട് വരുമ്പോൾ അവിടെ നമുക്ക് ഈ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അതുകൊണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കണം. എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ബി പ്ലസ്. അഡീഷൻ്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അഡീഷൻ്റെ കേസിൽ മെട്രിക്സ് കമ്മ്യൂട്ടേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. ദെൻ അടുത്ത കേസ് അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നമ്പറിൻ്റെ കേസ് അസോസിയേറ്റീവ് ലോ എങ്ങനെ പറയാം? വെറുതെ ഒരു 3 നമ്പേഴ്സ് എടുത്ത് എങ്ങനെ പറയാം നമുക്ക്? ഇപ്പോൾ നമ്മൾ 1 2 3 3 നമ്പേഴ്സ് ഇല്ലയോ? ആ 3 നമ്പേഴ്സ് നമ്പറിൻ്റെ കേസാണേ, മെട്രിക്സോട് യാതൊരു ബന്ധമില്ല. അപ്പം നമ്പർ വന്നിട്ട് അത് അസോസിയേറ്റീവ് ആണോ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? 1 + 2 + 3 ഇതില്ലേ ബ്രാക്കറ്റ് മാറ്റിയാൽ മതി. അതായത് ഇത് നമ്മൾ ചെയ്തെടുക്കും. 2 1 3 2 5 5 1 6 വരും. അതുപോലെ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ഇപ്പം 1 + 2 + 3 ഇല്ലയോ? 1 + 2 എങ്ങനെയാണ്? 3 3 + 3 എന്ത് തന്നെ കിട്ടുന്നത്? 6 എന്ന് തന്നെ കിട്ടും. അതായത് ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് മാറ്റിയാലും അഡീഷൻ്റെ കേസിൽ ബ്രാക്കറ്റ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്താലും കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. ഇതേപോലെ നമ്മൾ മെട്രിക്സിൻ്റെ കേസും പറയുവാണെങ്കിൽ 3 മെട്രിക്സ് എടുക്കുക, എയും ബിയും സിയും. 3 മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ അസോസിയേറ്റ് ലോ നമുക്ക് എങ്ങനെ പറയാം? എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ എ പ്ലസ് ബി പ്ലസ് സി. ഓക്കെ ആണോ? അപ്പം നോക്കി, എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണോ? അസോസിയേറ്റീവ് ലോ. അപ്പോൾ നമ്മൾ 2 ലോ പഠിച്ച് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്താണെന്ന് പഠിച്ച് അസോസിയേറ്റീവ് ലോ. ഇത് മെട്രിക്സിൻ്റെ കേസിലാണ്. ഈ എ ബി സി ഞാൻ എഴുതുന്നില്ല. എ ബി സി നമുക്ക് എന്തോ 3 മെട്രിക്സുകളാണ്. ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും സി എന്ന് പറയുന്നത് 3 മെട്രിക്സുകളാണ്. മെട്രിക്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോളം റെക്റ്റാങ്കുലർ അറേ ആയിരിക്കും, അതിനകത്ത് റോസും കോളംസും കാണും. അപ്പോൾ ഇതാണ് അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത്. അടുത്ത എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി. ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ സീറോ മെട്രിക്സ് പഠിച്ചില്ലയോ? എന്തായിരുന്നു സീറോ മെട്രിക്സ് എന്ന് വെച്ചാൽ? എല്ലാ റോസും കോളംസും 0 ആകുന്ന മെട്രിക്സ് ആണ് എന്തെന്ന് പറയുന്നത്? സീറോ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെട്രിക്സിനകത്ത് അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പം അഡിറ്റീവ് നമ്പേഴ്സിൻ്റെ കേസിൽ എങ്ങനെ അഡീഷനകത്ത് ഐഡൻറ്റിറ്റി ചെയ്താ? അഡീഷനകത്ത് നമ്പറിൻ്റെ കേസിൽ ഐഡൻറ്റിറ്റി ചെയ്താൽ ഐഡൻറ്റിറ്റി എന്ന് വെച്ചാൽ എന്തുവാ? ഇപ്പോൾ ഒരു നമ്പറിനകത്ത് എന്തോ നമ്പർ ആഡ് ചെയ്താൽ ആ നമ്പർ തന്നെ കിട്ടും. അതാണ് ഐഡൻറ്റിറ്റി. ഏത് നമ്പറാണോ ആഡ് ചെയ്യുന്നത് ആ നമ്പറിന് പറയുന്ന പേരാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഏത് നമ്പറാണ്? ഇപ്പോൾ 2 ഒരു നമ്പർ പറയുന്നത്. ആ 2ൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ 2 എന്ന് തന്നെ കിട്ടുന്നത്? 0 അല്ലേ? 2 + 0 ആണ് 2 എന്ന് പറയുന്നത്. ആ 0യ്ക്ക് പറയുന്ന പേരാണ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഏതിനകത്താ? നമ്പറിൻ്റെ കേസിൽ. അതാണ് 0 ഈസ് ദ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയും. പക്ഷേ ഇതേപോലെ മെട്രിക്സിൻ്റെ കേസ് ആകുമ്പോഴോ അതിനാണ് നമ്മൾ ആ സീറോ മെട്രിക്സ് പഠിച്ചത്. സീറോ മെട്രിക്സ് നമ്മൾ പഠിച്ചില്ലേ? എല്ലാ എലിമെൻറ്റ്സും എന്തുവാ? 0 ആവുന്ന മെട്രിക്സ് ആണ് സീറോ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു മെട്രിക്സ് പറയുന്നു, അതേപോലെ അപ്പോൾ ഇവിടെ എന്ത് വരിക്കും? ഏത് ആഡ് ചെയ്യുമ്പോൾ ആ മെട്രിക്സ് തന്നെ കിട്ടണം. അതായത് ഇവിടെ എന്ത് വരിക്കും? സീറോ മെട്രിക്സിന് ഞാൻ O എന്ന് കൊടുക്കട്ടെ. കാരണം അത് കാണുമ്പോഴും ഓർത്തോണം എലിമെൻറ്റ്സ് ഇവിടെ 0 അല്ല, ഇത് ആ മെട്രിക്സ്. ഇപ്പോൾ ഈ എ എന്നുള്ള മെട്രിക്സ് സപ്പോസ് 2/2 മെട്രിക്സ് ആണെന്നിരിക്കട്ടെ. 1 2 3 4 എന്നുള്ള 2/2 മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന ഏത് മെട്രിക്സ് ആയിരിക്കും? അതിൻ്റെ കൂടെ നമുക്ക് എന്തോ ആഡ് ചെയ്യാം? ഒരു O എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ സീറോ മെട്രിക്സ് ആണ്. സീറോ മെട്രിക്സ് ആകുമ്പോൾ ഇവിടെ എത്ര? 2 റോസും 2 കോളംസും ഇല്ലയോ? ഇവിടെ അതുപോലെ 2 റോസും 2 കോളംസും. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? അവിടെ 1 + 0 നമ്മൾ പറഞ്ഞില്ലേ? 1 2 + 0 2 3 + 0 3
4 + 0 4. അതായത് രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യുമ്പോൾ, അതായത് ഒരു മെട്രിക്സ് ഇപ്പോൾ എ സപ്പോസ് തരുവാണെങ്കിൽ എ തരുന്നുണ്ട്, അതിൻ്റെ കൂടെ 0 മെട്രിക്സ് ആഡ് ചെയ്യുമ്പോഴാണ് അതേ മെട്രിക്സ് തന്നെ കിട്ടുന്നത്. അത് നമുക്ക് ഓരോന്നും വ്യത്യാസമാണ്. ഇതിപ്പം 2/2 ആയതുകൊണ്ട് നമ്മളിങ്ങനെ 4 0 കൊടുത്തേ. ഇനി 3/3 ആണെങ്കിൽ നമുക്ക് എത്ര കൊടുക്കുമായിരുന്നു? 3/3 3 റോസും 3 കോളംസിനും 0 കൊടുക്കുമായിരുന്നു. അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. എക്സിസ്റ്റൻസ് ഓഫ്, അതായത് അഡിറ്റീവ് ഐഡൻറ്റിറ്റി മെട്രിക്സിനകത്ത് അഡീഷനകത്ത് നമുക്ക് എന്തോ എക്സിസ്റ്റ് ചെയ്യും. അതായത് എ ഒരു മെട്രിക്സ് ആണ്, അടുത്ത ഒ എന്നുള്ളത് 0 മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ A+O, അതായത് A+O എന്ന് പറയുന്നത് എന്തേലും കിട്ടും? എ എന്ന് തന്നെ കിട്ടും. ഇതിന് പറയുന്ന പേരാണ് ഇവിടുത്തെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഓക്കെ ആണോ? 0 0 0 എന്നുള്ളതാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇനി അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. ഇൻവേഴ്സ് ആകുമ്പോൾ എങ്ങനെയാണ്? ഇൻവേഴ്സ് ആകുമ്പം ഇപ്പോൾ എ ഒരു മെട്രിക്സ് പറയുന്നു, അപ്പോൾ ആ മെട്രിക്സിൻ്റെ മൈനസ് എടുക്കുക, -A അല്ലയോ? അപ്പോൾ നമുക്ക് എന്തോ കിട്ടണം. അഡിറ്റീവ് ഇൻവേഴ്സ് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? 2ൻ്റെ കൂടെ, ഇപ്പോൾ 2 തന്നെ പറയുവാണെങ്കിൽ നമ്പറിൻ്റെ കേസ് പറയുക. അപ്പോൾ അഡിറ്റീവ് ഇൻവേഴ്സ് പറയുമ്പോഴേ 2 ഒരു നമ്പർ പറയുന്നത്, അതിൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 0 കിട്ടുന്നത്? ഇത് കിട്ടുന്ന ഐഡൻറ്റിറ്റി കിട്ടണം. അപ്പോൾ 2ൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് 0 കിട്ടുന്നത് നോക്കിയാൽ പോരായോ? അപ്പോൾ ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ്? -2 ചെയ്യുമ്പോഴല്ലയോ? സൈൻ ഓപ്പോസിറ്റ് ആക്കിയാൽ പോരായോ? അപ്പോൾ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ -2, അപ്പം 2 + -2 എന്തോ കിട്ടും? 0 കിട്ടും. ഇത് നമ്പറിൻ്റെ കേസ്. അതേപോലെ മെട്രിക്സ് ആകുമ്പോൾ എങ്ങനെ വരും? എ ഒരു മെട്രിക്സ് ആണ്, അതിൻ്റെ കൂടെ എന്തോ ആഡ് ചെയ്താൽ, എയുടെ കൂടെ -A ആഡ് ചെയ്താൽ നമുക്ക് എന്തോ കിട്ടും? 0 മെട്രിക്സ് കിട്ടുമെന്ന് പറയാം. മനസ്സിലായോ? എത്രയേ ഉള്ളൂ. അഡിറ്റീവ് ഇൻവേഴ്സ്. ഇൻവേഴ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം ആ നമ്പറിൻ്റെ കൂടെ എന്തോ, ഈ -A ആണ് ഇവിടുത്തെ എയുടെ ഇൻവേഴ്സ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തോ പറയും? -A ആണ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എയുടെ ഇൻവേഴ്സ് ആണ് -A എന്ന് പറയുന്നത്. എക്സാമ്പിൾ വേണോ? എക്സാമ്പിൾ ഇതേപോലെ ഇപ്പോൾ 1 2 3 -2 എന്നിരിക്കല്ലേ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇപ്പുറത്ത് -A പറയണമെങ്കിൽ എങ്ങനെയാണെന്ന് അറിയാമോ? ഇവിടുത്തെ എല്ലാം ചിഹ്നം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടുത്തെ സൈൻ ഏതാ? പോസിറ്റീവ് അല്ലായിരുന്നോ? ഇവിടെ -ഉം കൊടുത്ത് 2ൻ്റെ അടുത്ത് ഇവിടെയാണ് മൈനസ് കൊടുക്കേണ്ടത്. മൈനസ് കൊടുത്തിട്ട് അകത്തോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, അതോട്ട് എക്ക് മൈനസ് കൊടുക്കുമ്പോൾ -2, 3ക്ക് മൈനസ് കൊടുക്കുമ്പോൾ -3, ഇവിടെ കൊടുക്കുമ്പോൾ 2. കണ്ടോ? എല്ലാം കൂടെ ചെയ്ത് വരുമ്പോൾ എന്ത് തന്നെ കിട്ടും? 1 + -1 1 - 1 0, 2 - 2 0, 3 - 3 0, -2 2 0 ഇങ്ങനെ വരും. ഓക്കെ ആണോ? ഇത് നമ്മൾ കുറച്ചുകൂടെ ചെയ്ത് വൈഡായിട്ട് ചെയ്ത് പഠിക്കും കേട്ടോ. അപ്പോൾ 2 മെട്രിക്സ് അഡീഷനൊക്കെ നമ്മൾ ഇനി കുറേ പ്രോബ്ലങ്ങളുണ്ട്. ഇത് നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു മെട്രിക്സിനകത്ത് അതിനകത്ത് 1ൻ്റെ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ -1 ആണ്, 2ൻ്റെ ഇൻവേഴ്സ് -2 എലിമെൻറ്റ്സ് ആണ്. നമ്മൾ മെട്രിക്സിനകത്ത് പറയുകയാണെങ്കിൽ എ മൊത്തത്തിൽ എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എന്താണെന്ന് വെച്ചാൽ -A. പേയും -Aയുടെ കൂട്ടുമ്പോൾ എന്തോ വരും? 0 വരും. ആ 0യെ 0 മെട്രിക്സ് എന്നാണ് ഇവിടെ പറയുന്നത്. ആലോചിച്ചാൽ മതി. അപ്പോൾ നോക്കി, അഡീഷൻ പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ എന്തൊക്കെയാണ് വരുന്നത്? കമ്മ്യൂട്ടേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യും, അതേപോലെ അസോസിയേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യും, എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ട്, എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. ഇത്രയാണ് മെട്രിക്സിൻ്റെ അഡീഷനകത്തെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഈ അഡീഷൻ്റെ പ്രോപ്പർട്ടിക്കകത്ത് കമ്മ്യൂട്ടേറ്റീവ് എന്ന് നോക്കി വെച്ചേക്കണേ. കാരണം ഇതേ കേസ് മൾട്ടിപ്ലിക്കേഷനകത്ത് വരുമ്പോൾ നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ലോ അവിടെ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് ആലോചിച്ചോളൂ. ഇനി നമുക്ക് ഓരോ പ്രോബ്ലം ബേസ് പോകാം. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇത്ര പഠിച്ച എല്ലാവരും വേണ്ട ഇനിയെല്ലാം നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുള്ളതല്ല. അപ്പോൾ നമ്മൾ അഡീഷൻ്റെ കേസ്, മെട്രിക്സിൻ്റെ അഡീഷൻ്റെ കേസിലെ പ്രോബ്ലംസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 2 കേസ് ഇപ്പം പഠിച്ച് എന്തുവാ? മെട്രിക്സിൻ്റെ അഡീഷനും പഠിച്ച് ഒരു സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും ചെയ്യുന്നത് എങ്ങനെയാണ് പഠിച്ചു. ആ 2 കാര്യം വെച്ചിട്ട് നമ്മളിനി കുറച്ച് പ്രോബ്ലങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നോക്കി എങ്ങനെയാണ് ചെയ്യുന്നത്? എയും ബിയും 2 മെട്രിക്സ് പറയുന്നത്, എയും ബിയും 2 മെട്രിക്സ് പറയുന്നത്. ഇതിൻ്റെ ഓർഡർ എന്താണെന്നൊന്ന് പറഞ്ഞാൽ, ആദ്യത്തെ മെട്രിക്സിൻ്റെ ഓർഡർ എന്തുവാ? 2 ഇല്ലയോ? താഴോട്ട് 3. അതായത് ഇതൊരു മെട്രിക്സ് ഓർഡറാ 2/3 മെട്രിക്സ് അല്ലയോ? ഇതൊരു 2/3 മെട്രിക്സ് ആണ് പറയാം. അതുപോലെ ഇവിടെ എന്ത് തന്നെ 2ഉം താഴോട്ട് 3 ഇല്ലയോ? ഇതും ഒരു 2/3 മെട്രിക്സ് ആണ്. അപ്പോൾ 2 മെട്രിക്സ് പറയുന്നു, എയും ബിയും 2 മെട്രിക്സ് പറയുന്നു. ദെൻ നമുക്കെന്ത് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ ക്വസ്റ്റ്യൻ ദെൻ ഫൈൻഡ് 2a - b. 2a - b കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ?
2a മൈനസ് ബിയുടെ വാല്യൂ കാണണം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഈ സ്കെയിലാർ കണ്ടുപിടിക്കാം. 2a സ്കെയിലാർ വെച്ചുള്ള മൾട്ടിപ്ലിക്കേഷൻ അങ്ങ് ചെയ്യാം. 2a എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മുമ്പേ പഠിച്ചേ? എ ഒരു മെട്രിക്സാ. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പം 2 ഇൻറ്റു ഇത് അതേപോലെ കൊടുത്താൽ പറയാം. എ എന്ന് പറയുന്നത് 1 2 3 2 3 1. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ഇതകത്തോട്ട് ചെയ്യുമ്പം 1 ഇൻറ്റു 2 2 2 ഇൻറ്റു 2 4 3 ഇൻറ്റു 2 6 2 ഇൻറ്റു 2 4 3 ഇൻറ്റു 2 6 2 ഇൻറ്റു 1 2 വരും. ക്ലിയർ ആയോ? അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ? 2a മൈനസ് ബി കാണണം. അപ്പോൾ ഈ മൈനസിൻ്റെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പ്ലസ് ചെയ്ത അതേ വേസ് തന്നെ നമ്മൾ മൈനസും ചെയ്യുന്നത്, അതുപോലെ തന്നെയുള്ളത് തന്നെ മൈനസും. അതുകൊണ്ട് പിന്നെ അഡീഷൻ അതിനകത്ത് മൈനസ് കൂടി എടുത്ത് പറയാനുള്ളത് രണ്ടും ഒരേപോലെ തന്നെ. അപ്പോൾ 2a മൈനസ് ബി കണ്ടുപിടിക്കാൻ പറയുമ്പം ആദ്യം നമുക്ക് 2a കണ്ടുപിടിക്കാം. 2a എന്ന് പറയുമ്പോൾ ക്ലിയർ ആയോ? 2 എന്ന് മെട്രിക്സ് എഴുതി എന്നിട്ട് അകത്തോട്ട് എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്തു. ഇതാണ് 2a എന്ന് പറയുന്നത്. ഇനി 2a ഇത് പക്ഷേ മെട്രിക്സിനകത്ത് നമുക്ക് ഈ സിമ്പിൾ നമുക്കറിയാം. മെട്രിക്സ് റെക്റ്റാങ്കിൾ അറിയാം, നമ്മൾ പഠിച്ച് അടുത്ത വേറെ സെക്ഷൻ അടുത്ത യൂണിറ്റൊക്കെ വരുമ്പോൾ ഡിറ്റർമിനൻ്റ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയല്ല വരുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. മെട്രിക്സിൻ്റെ കേസിൽ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ചോദിച്ചാൽ എന്ന് വെച്ചാൽ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരെണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ അകത്തുള്ള എല്ലാ എലിമെൻസിനെയും ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ ആണോ? അകത്തുള്ള എല്ലാ എലിമെൻസിനെയും ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2a ഓക്കെയാണ്. 2a പിന്നെ എങ്ങനെ ചെയ്യണ്ടേ? 2a മൈനസ് ബി. 2a മൈനസ് ബി അല്ലേ ചെയ്യണ്ടേ? 2a എന്ന് പറയുന്നത് 2 4 6 4 6 2. 2a മൈനസ് ബി. ബി എന്ന് പറയുമ്പോൾ ഏതാ? 3 മൈനസ് 1 3. നിങ്ങൾ ആദ്യം എല്ലാവർക്കും മാർക്ക് പോകുന്നത് മെട്രിക്സിനകത്ത് തന്നെ. ഇതെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. സൈനോ അല്ലെങ്കിൽ ഇന്നലെ കണ്ടില്ല ഒരു നമ്പറോ എന്തെങ്കിലും ഒന്ന് മിസ്റ്റേക്ക് വന്നാൽ ആ മെട്രിക്സ് ഫുള്ളായിട്ട് തെറ്റും. അതുകൊണ്ട് നമ്മളിത് ചെയ്യുമ്പോഴായാലും ആ നെഗറ്റീവ് സൈനും ആ പോസിറ്റീവ് ആണെങ്കിലുള്ള മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്യുമ്പോഴേ ചെറിയ നമ്പർ ചെറിയ തെറ്റായിരിക്കും. പക്ഷേ ആ ഒരു മെട്രിക്സിൻ്റെ ആ ഒരു ഇത് തന്നെ തെറ്റിപ്പോൾ ആൻസർ തന്നെ തെറ്റും. അതുകൊണ്ട് ആ നമ്പറും സൈനും ഒക്കെ ചെയ്യുമ്പം ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ഇപ്പോൾ 2a മാക്സിമം കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതായിരുന്നു നല്ലത്. സാധാരണ എല്ലാവരും കാൽക്കുലേറ്റർ യൂസ് ചെയ്തെടുത്ത് ചെയ്തു പോകും. പക്ഷെ അതിനേക്കാൾ നല്ലത് നമ്മൾ തന്നെ ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഒന്ന് നോക്കി 2a മൈനസ് ബിയും കൊടുത്താൽ മനസ്സിലായോ? 2a എഴുതി ബിൻ്റെ സ്ഥാനത്ത് ആ മെട്രിക്സ് എഴുതിയിട്ടുണ്ട്. പിന്നെ നേരത്തെ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞില്ലേ അഡീഷൻ ചെയ്തപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? ഇവിടുത്തെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലിമെൻറ്റ് a11ഉം ഇവിടുത്തെ a11ഉം കൂടെ ചെയ്യണം. അതിന് അടുത്ത ഓപ്പറേഷൻ ചെയ്ത് ആദ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ആ സ്റ്റെപ്പ് ഫുൾ എഴുതുക. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഫസ്റ്റ് എലിമെൻറ്റ് 2 ആണ്, ഇവിടെ 3. പിന്നെ എഴുതുന്നിങ്ങനെ 2 മൈനസ് 3 2 മൈനസ് 3. അപ്പം അടുത്ത എങ്ങനെ വരുമായിരിക്കും? അടുത്ത വരുമ്പോൾ ഇവിടെ 4 അല്ലയോ? രണ്ടാമത്തെ എലിമെൻറ്റ് 4, ഇവിടുത്തെ രണ്ടാമത്തെ എലിമെൻറ്റ് -1. അപ്പോൾ ഇവിടെ വരുന്ന ഇങ്ങനെ 4 ഈ മൈനസ് -1. ഓക്കെ, 4 ഈ മൈനസ് -1. അപ്പോൾ അടുത്ത വരുന്നത് എങ്ങനെ ആയിരിക്കും പറഞ്ഞേ? ഇവിടെ 6 അല്ലയോ? ഇവിടെ 3 ആണ്. അപ്പോൾ നമ്മൾ എഴുതിങ്ങനെയാണ് 6 മൈനസ് 3 6 മൈനസ് 3. പിന്നെ അടുത്ത എന്ത് വരും? ഇവിടെ വരുമ്പോഴോ ഇനി ഓക്കെ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് റോയിലോട്ട് വരുമ്പോൾ എങ്ങനെയാ? ഇവിടെ 4 ഇവിടെ -1. അപ്പം ഇവിടെ എങ്ങനെ എഴുതാം? 4 മൈനസ് ഈ മൈനസ് 4 മൈനസ് -1. അടുത്ത വരുമ്പോഴോ പറയട്ടെ 6 മൈനസ് 0 6 മൈനസ് 0. ഇതിനടുത്ത് 2 മൈനസ് 2 2 മൈനസ് 2. ഓക്കെ ആണോ? അപ്പോൾ ഇങ്ങനെ വരും 2 മൈനസ് 2. അപ്പോൾ എങ്ങനെ വരും ആൻസർ? 2 മൈനസ് 3 ഈസ് -1. ഇതറിയാവേ, രണ്ട് സയൻസ് എടുത്ത് വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് എന്താ? പ്ലസ് ആവും. അപ്പോൾ 4 + 1 ആവും. 4 + 1 ഈസ് 5. 6 മൈനസ് 3 3. ഇവിടെയും മൈനസ് പ്ലസ് ആവും. 4 + 1 ഈസ് 5. 6 മൈനസ് 0 6. 2 മൈനസ് 2 ഈസ് 0. ഓക്കെ ആണോ? ഇങ്ങനെയാണ് 2a മൈനസ് ബി ചെയ്യുന്നത്. മനസ്സിലായി? സ്കെയിലാർ ഇവിടെ നമ്മൾ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്ത് അഡീഷന് പകരം മൈനസ് സബ്ട്രാക്ഷനാണ് ചെയ്യുന്നത്. 2a മൈനസ് ബി പറയണ്ടല്ലേ? ഇപ്പോൾ 2a ചെയ്ത് അത് 2a കിട്ടിയ ആൻസർ -b. ഇത്രയുള്ള മെറ്റർ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് തമ്മിൽ ചെയ്തു പോവുക, കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് ചെയ്യുക. ഓക്കെ ആണേ? ഇന്നത്തെ ക്ലാസ് ആയിട്ട് അവസാനിക്കുകയാണ്. നിങ്ങൾ ഈ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം വ്യക്തിയായിട്ട് നോട്ട്ബുക്കിൽ എഴുതി സൂക്ഷിക്കുക.
അവസാനം ഈ യൂണിറ്റ് അവസാനിക്കുമ്പോഴത്തേക്ക് നോട്ട്ബുക്ക് എല്ലാം ചെക്ക് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.